പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രജീഷ്. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റി. കാരണം ഹോം കുക്കിംഗ് എന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ ചാനൽ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ പേരിൽ വേറെ ചാനലുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതിങ്ങനെ തുടർന്നാൽ എൻ്റെ ചാനലിൻ്റെ മുന്നോട്ടുള്ള റണ്ണിങ്ങിനെ അത് വളരെയധികം ബാധിക്കും. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ സമയത്ത് പല പ്രോബ്ലംസും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിന് പാചക ഐഡിയാസ് എന്ന് പേരിട്ട്. നോട്ട് ദ പോയിൻ്റ്, പാചക ഐഡിയാസ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. പലതരത്തിലുള്ള ചിക്കൻ കറി നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ പേര് മറക്കണ്ട, പാചക ഐഡിയാസ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ചിക്കൻ കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 സവോള, 5 ചുവന്നുള്ളി, 1 കുടം വെളുത്തുള്ളി, 1 ചെറുനാരങ്ങ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു 4 തണ്ട് വേപ്പില എന്നിവയാണ്. ഇത് നമുക്ക് നന്നാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 കിലോ ബ്രോയിലർ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കൈകൊണ്ട് നല്ലപോലെ തിരുമ്മണം കേട്ടോ. നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് 5-10 മിനിറ്റ് വരെ തിരുമ്മിയാൽ നല്ലതാണ്. എത്രത്തോളം തിരുമുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. ഉപ്പും എരിവൊക്കെ നല്ലപോലെ ചിക്കനിലേക്ക് പിടിക്കും. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം തിരുമ്മി വെച്ചു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി കഷ്ണം പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഈ നാരങ്ങ പിഴിയണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഷ്ണം വെന്ത് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടാനായിട്ട് സവോളേനേക്കാളും കൂടുതൽ സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ നമ്മളിട്ട് വാട്ടണത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോൾ നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി സവോള അരിഞ്ഞതും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. സവോള നല്ലപോലെ ഒന്ന് വാടി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവോള ഇപ്പം നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആ വേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ഒരു 5 ടീസ്പൂണ് അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ മസാല വഴറ്റുമ്പോൾ തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. മസാല ഒന്ന് വഴന്ന് വരുന്നത് വരെ നല്ലപോലെ ഇളക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ ഇടുന്നതിന് മുൻപ് ഈ ചട്ടിയിൽ നിന്നുള്ള മസാല മാറ്റുകയുണ്ട്. കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്.
അതിനുവേണ്ടി ഒരു സ്റ്റീലിൻ്റെ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചെടുക്കുക. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയിലുണ്ടായിരുന്ന മസാലയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഈ ഉരുളിയിലേക്ക് കൊണ്ട് മാറ്റാട്ടാ. ഇനി ആ ചട്ടിയിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചിറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി നമുക്ക് മസാലയൊക്കെ എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമേ നമുക്കതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് നല്ലപോലെ ഗ്രേവി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് ചിക്കൻ വേവാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചപ്പാത്തിക്കൊപ്പമോ പൊറോട്ടയ്ക്കൊപ്പമോ ഊണിനൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. പാചക ഐഡിയാസിൻ്റെ ഈ ബേസിക് ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.